ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ വെറുതെ ആയിരിക്കും പാട്ട്. ഇപ്പൊ ബസ് ചവിട്ടി പുറത്തെല്ലാം കൂടി. A few moments later. ഇവിടെ അടിപൊളി ഷൂ എല്ലാം ഉണ്ട്. നമ്മൾ ഷൂവിന് വില ചോദിച്ചു, പക്ഷേ 500-600 റുപ്യല്ല പറയുന്നത്. ഇത് മാൾ റോഡിലേക്ക് പോകുന്ന റൂട്ടിലെ ഷോപ്പുകളാണ്. ഇത് കുറേ ഷോപ്പുകളുണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇനിയൊന്നും പൈസ ചോദിച്ചില്ല, ചെറിയ പൈസ ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇത്രയും ഹൈറ്റിലുള്ള സ്ഥലമായതുകൊണ്ട് ചിലപ്പം സാധനങ്ങൾക്കെല്ലാം പൈസ കൂടുതലായിരിക്കും. ഉയരം കൂടുന്തോറും സാധനങ്ങളുടെ പൈസയും കൂടും. ആരോ തോണ്ടിയേ ഗൈസ്. അങ്ങനെ ഞാനൊരു തൊപ്പി വാങ്ങിച്ച് തൊപ്പി ഇല്ലാണ്ട് ശരിയാകുന്നില്ല. നല്ല മഞ്ഞ് കയറിതിട്ട് ചെവിയിലൂടെ മഞ്ഞ് കയറിയാൽ തീർന്നു. എൻ്റെ മോനെ വിഷയം കാണിച്ചര. This is amazing. കണ്ണു കുത്തിയാനെ ഇപ്പൊ അമേസിംഗ് പറഞ്ഞിങ്ങനെ. എന്റെ പൊന്നു മോനെ ചന്തി പാണ്ടിക്കരിമ്പാറ പോലെയാണ്. ഇവിടെ ഒരാൾ കോക്ക് കുടിക്കാൻ ട്രൈ ചെയ്യുന്നു, പക്ഷെ തിരിച്ചിട്ടടാ. ഞാനിപ്പോ ഇതൊക്കെ ഒരാളെ കാണിച്ചു തരാം. मलाली भाई एक फोटो कितना रुपया फोटो प्रिंट करके देगा. സോ നമ്മളിപ്പം പോകുന്നത് മേലെ ഒരു ചർച്ച് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ ചർച്ചിലേക്കാണ് പോകുന്നത്. ചർച്ചിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ ഒരു കാപ്പി കുടിക്കട്ടിട്ട് ഏരിയ ഉള്ളത്. ഇതെന്താ? സോറി ഗൈസ്, കീശയിൽ കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ എന്നാണ് ഞാൻ ഗർഭിണിയായൊന്നല്ല. എല്ലാം ഇതാരാ? ആ കണ്ണട അയച്ചിട്രാ. സോ ഗൈസ്, ഇതാണ് മാൾ റോഡിൻ്റെ അവിടെയുള്ള മാർക്കറ്റ്. ഇപ്പോൾ ഒറ്റയടിക്ക് 2500 എന്നെല്ലാം പറയും. സെയിൽ 500 രൂപ. ഓ, സെയിൽ 500 രൂപ. അപ്പം നമ്മളിങ്ങനെ മെല്ലനെ ബാർഗെയിൻ ചെയ്ത് ഇറക്കി കൊണ്ടുവരിക. അതിന് വേറെ കഴിവാ, അതെനിക്കറിയില്ല, ഏട്ടന് നല്ലോണം അറിയാം. നാട്ടിലായിരിക്കെങ്കിലും സോഫ വേണമെങ്കിലും പറയാം. നല്ല പുതിയ സോഫ ഉണ്ട്, 4500 റുപ്യ ആയിരിക്കും വേണേൽ പറയാം. നടന്നോ, ഇവിടെ ഒന്നുമില്ല. നമ്മൾ നടന്ന് എവിടെയെല്ലാം എത്തി, മേലെ എത്തി ഏകദേശം. ഇത് നമ്മൾ താഴേന്ന് കണ്ട സ്കൂളിൻ്റെ ആ ഒരു ഭാഗം തന്നെ. പക്ഷെ എനിക്കിത് കണ്ടിട്ടില്ല. നമ്മളെ ഹാരി പോട്ടറിൻ്റെ ആ ഒരു, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ആ ഒരു ലുക്ക്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം തോന്നിയതാണ് ആ ഒരു ഹോഗ്വാർട്സിൻ്റെ ഒരു ചെറിയൊരു ഫീൽ. ആ ഒരു സൂര്യൻ്റെ ആ ഒരു ഇതും ആ ഒരു കളർ തീമും കാര്യങ്ങളും എന്താണെന്ന് എനിക്ക് തോന്നിയില്ല, അറിയില്ല. ഗൈസ്, നമ്മളെ ഹാരി പോട്ടറിൻ്റെ സ്കൂളാന്ന് പറഞ്ഞപ്പോൾ സംഭവം ഇല്ലേ, അത് സത്യം പറഞ്ഞാൽ താഴത്തെ കോളേജിൻ്റെ ഇതല്ല, അത് പോലീസ് സ്റ്റേഷനിൽ ഓടിക്കോ. അയ്യോ, തൊപ്പി മാറിപ്പോയി. 36, 37, 30, 39, 40. 34, 45, 46. ഇതെന്താ എൻ്റെ മുഖത്ത് ഇത്ര ലൈറ്റ്? അതാ പിന്നെയും വന്നു. ഓ മൈ ഗോഡ്, അതാണ് സൂര്യൻ്റെ ലൈറ്റ് തന്നേരം കണ്ട കറക്റ്റ് ലൈറ്റിങ്. ഒരു ഫിൽറ്ററിന്റെ ആവശ്യമില്ല, നാച്ചുറൽ ലൈറ്റ്. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ
കണ്ട സൺസെറ്റിലെ ഏറ്റവും ബെസ്റ്റസ്റ്റ് സൺസെറ്റ്. ഗായ്സ്, അപ്പോൾ ഏകദേശം ഒരുപാട് ലേറ്റായി. നമ്മളിപ്പോൾ ഫാം ഹൗസിൽ എത്തേണ്ടതാണ്. കാരണം ക്യാമ്പ് ഫയറും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതാണ്. ഹായ് ഹമ്പ് അമ്പ് അതാ പോയി ഗായ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പടത്തിലുള്ള ഇംഗ്ലീഷ് പടങ്ങളിലെല്ലാം കാണുന്ന ഒരു സ്ഥലമില്ലേ, അത് ഇതാണ്. ഏതാണ്ട് സൂപ്പർ അല്ലേ? സ്നോ ഒക്കെ മുകളിൽ സ്നോ ഉണ്ട്. മുകളിൽ സ്നോ അതെ അതെ മുകളിൽ സ്നോ ഉണ്ട്. വാ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. അടിപൊളി ഒരു ക്രിസ്മസ് വൈബ് തോന്നിക്കുന്നു അല്ലേ? നൈസ് ഒരു ക്രിസ്മസ് വൈബ്. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് എന്നാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ചേച്ചിക്ക് ഐസ്ക്രീം വേണം പോലും. ഈ തണുപ്പത്ത് ഐസ്ക്രീം കുടിക്കുന്നത് ചില ആൾക്കാർക്ക് വേറൊരു രസമാണ്. പക്ഷെ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ സൈഡായി പോകും. ഇത്ര ഏതാ ഫ്ലേവർ വേണ്ടേ? Strawberry and vanilla chocolate. We can buy one only, right? We can share that. ഇത്രയും തണുപ്പത്ത് ഐസ്ക്രീം കുടിക്കുന്ന ഒരു വ്യക്തിനെ കാണണമെങ്കിൽ കണ്ടോ. എന്റെ മോനെ ദീപ്സ്, കുതിരകളെല്ലാം പോകുന്നുണ്ട്. കുതിര സവാരിയെല്ലാം ഉണ്ട്. വാവ്, എനിക്ക് കയറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെറിയൊരു ഭയം. ഹായ് മോമോസ്, ഹായ്. ഇതും കൂടി തിന്നാൽ കറാസായി. എവിടെയാ പോയ? ഭയങ്കര അയ്യോ പൊളി. ഒറ്റ നോട്ടത്തിൽ എന്തായാലും ഒരു ഫോറിൻ കൺട്രി എന്നേ പറയും പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ. ഫുൾ വൈൽഡ് ക്രാഫ്റ്റ്, ലൂയിസ് ഫിലിപ്പ് എല്ലാവരും ഉണ്ട്. ഹൈഡ് ഔട്ട്, ഡിവൈസ്, അഡിഡാസ്, സൂപ്പറല്ലേ. ഇത് സംഭവം പോലീസ് അസിസ്റ്റൻസ് റൂമാട്ടാ. ഈ സംഭവം കണ്ടാൽ പെട്ടെന്ന് വേറെന്തോ ഒരു അടിപൊളിയല്ലേ, നൈസ്. അയ്യോ അവിടെ നമ്മൾ ഓൾറെഡി നല്ല ലേറ്റായി. ഇനി ഞാൻ വ്ളോഗൊന്നും എടുക്കുന്നില്ല, നല്ല തണുപ്പ്. ഞാൻ എന്താ പറയുക ഗ്ലൗവെല്ലാം ഇട്ട് ഓൾറെഡി. ഇനി എന്തായാലും റൂമിൽ പോയിട്ട് ബാക്കി നോക്കാം, സെറ്റാക്കാം. ഇപ്പം ലേറ്റായി. സോ ഗായ്സ്, നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇപ്പോൾ ഇനിയിപ്പോൾ ക്യാമ്പ് ഫയറും പരിപാടിൻ്റെയും ഇതിലാണ്. ഇത് നമ്മളെ റൂമിൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഫുഡെല്ലാം കഴിക്കാനും പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നിരിക്കാനും ഉള്ളൊരു സ്ഥലം. ഫുൾ ആർട്ട് വർക്കും അങ്ങനത്തെ പരിപാടിയെല്ലാം ആയിട്ടില്ല, സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ ക്രിസ്മസ് ട്രീ, മണ്ഡല ആർട്ട്, ബുദ്ധ, നല്ല നൈസ് ഡെക്കറേഷൻ അല്ലേ. സൂപ്പർ. ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുക, ഫുഡ് കഴിക്കുക, ഗെയിംസൊക്കെ കളിക്കുക. നമ്മളെ ക്യാമ്പ് ഫയർ നടക്കുന്നതാ അങ്ങോട്ടേക്കാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സോ പീപ്സ്, ഇതാണ് നമ്മളെ ക്യാമ്പ് ഫയറിൻ്റെ സ്ഥലം. നേരെ ഓപ്പോസിറ്റിലായിട്ട് നമ്മൾ കണ്ട മറ്റേ ഫുള്ള് ലൈറ്റിംഗ് എല്ലാം ആയിട്ടുള്ള മറ്റേ സ്ഥലം. അടിപൊളി വ്യൂ അല്ലേ. ഇവിടെ ക്യാമ്പ് ഫയർ, അവിടെ ലൈറ്റിംഗ്, അവിടെ ലൈറ്റിംഗ്, ഇവിടെ ക്യാമ്പ് ഫയർ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മളിവിടെ വൈബാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഓടി വന്നതാ. വിസ്കി, ഇതാണ് നമ്മളെ വിസ്കി പോയാലും ഡോറേമോൺ വന്നു. ഡോറേമോൺ നമ്മളെപ്പരം തന്നെയാണല്ലോ കേട്ടാ, ഫുൾ സെറ്റ്. നമ്മൾ മറ്റേ BBQ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൊടുത്തപ്പോൾ മൂപ്പര് ഹാപ്പിയായി. ഡോറേമോൺ ആർ യു ഹാപ്പി? വാലാട്ടുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇതാണ് റോഹൻ ഭയ്യൻ്റെ വീട്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ താമസിച്ചത്, ഇതിൻ്റെ താഴെ ഇവർ താമസിക്കുന്നത്. ഇവർക്ക് ഇവിടെ ഫുള്ള് ഫാം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഇന്നലെ ഡിന്നറിനെല്ലാം തന്ന് ഇവർ തന്നെ നട്ടു വളർത്തിയ ഉള്ളി അതെല്ലാം കൊണ്ടുണ്ടാക്കിയ വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കിയ സാധനം. ഇതുണ്ട് അവർ മരത്തുമേലെ ഫുൾ ഡെക്കറേഷൻ ചെയ്തിട്ട് നമ്മളെ. ഇതെന്താണ്? നൈസ്. നോക്കട്ടെ ഇതൻ, ഇതെന്താ? പ്യോർ ലെമൺ. ഇത് മാതള നാരങ്ങ എന്നാ ഇത്? യെസ്, അടിപൊളി. നല്ല പ്യോർ, ഒരു വിഷവും ഇല്ലാത്ത ഇവരെ
റോഹൻ ഭായി നമുക്ക് അവരെ കൃഷി സ്ഥലവും കാര്യങ്ങളും കാണിക്കും. ഇത് ആപ്പിൾ കൃഷി ചെയ്ത്. ഓക്കെ, ഹിമാചലി ആപ്പിളിന്റെ കൃഷി അവർക്ക് അടിപൊളിയായിരിക്കും. ആ തണുപ്പ് സമയത്ത് male and female plants. Okay. So some of them are male plants and some of them are female plants, so that pollination can happen. Yeah. और ये बड्स इसके बन चुके हैं. लाइक इसमें फ्रूट आएगा नेक्स्ट टाइम, जो नेक्स्ट ईयर फ्रूट आएगा ये फ्लावर में कन्वर्ट होएगा दिस थिंग. इसमें आगे फ्लावर बनेगा इसमें भी. उसके बाद पॉलिनेशन होगी और यहीं पे फ्रूट बन जाएंगे. ഇവനെന്താ പറ്റി? ഇവനിതെന്ത് പറ്റി? തേങ്ങയല്ലടാ, നാരങ്ങ. അച്ഛാ, ഇത് കണ്ട ഗൈസ്, ഈ സംഭവം കണ്ട, ഈ ഗോപുരം പോലത്തെ ഇതിവര് വിന്റർ ടൈമിൽ അങ്ങ് ദൂരെ നിന്നും പോയിട്ട് ചെറിയ പെറുക്കിയെടുക്കാൻ പറ്റൂല, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഇവർ ഇതിവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ പീപ്സ്, നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങി. ഡോറേമോൻ, ഞാൻ പേടിച്ചു പോയി. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി കുഫ്രിയിലേക്ക് പോവാണ്. അയ്യോ കിടക്കുന്നു. ഇപ്പുറത്തെ വ്യൂ എനിക്ക് രക്ഷയില്ല, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇതുണ്ട് ഇവിടുത്തെ ആൾക്കാർ വെള്ളം ചൂടാക്കുന്ന സംഭവം ഇവിടെ. നാച്ചുറൽ വാട്ടർ ഹീറ്റർ, അടിപൊളിയല്ലേ? പശുമ്പാ, നമ്മൾ പോയിട്ട് വരാം. ചേട്ടാ, നെക്സ്റ്റ് ടൈം കാണാം ഇനി. ബായ് ഗൈസ്. ഈ വണ്ടിയിലാണ് നമ്മൾ കുഫ്രിയിലേക്ക് പോകുന്നത്. भैया मिलते हैं अगली बार. फ्रेंड्स के साथ आएगा. जरूर सर. ओके, थैंक यू. हैव अ नाइस डे. ഓക്കെ ഗൈസ്, നമ്മളൊരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടി പോവുകയാണ്. ഇത് എടുത്തേക്കാ പോകുന്നത്? ഞങ്ങൾ കറക്റ്റല്ലേ നമ്മളെ കൊണ്ടുപോകുന്നത്? വാവ്, ഈ ഗുഹ കഴിഞ്ഞ ഉടനെ ഫുൾ ഐസാ. ഗായ്സ്, നമ്മൾ കുഫ്രി എത്തി. അപ്പോൾ ഇവിടുന്ന് കുഫ്രി എത്തി മീൻസ് മേലോട്ടേക്ക് പോകണോ? അത് മറ്റേ കുതിരേമ്മലാണ് പോകേണ്ടത്. ഫ്ലാഷ് ബാക്ക്. കുതിര സവാരിയെല്ലാം ഉണ്ട്. എനിക്ക് കയറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെറിയൊരു ഭയം. അപ്പം ബാക്കിൽ ഇതാ ഇവിടുന്ന് റൈഡും കാര്യങ്ങളും സംഭവത്തിൻ്റെ എല്ലാം ടിക്കറ്റ് എടുക്കുന്നുണ്ട്. സിപ്പ് ലൈന്, പിന്നെ ഈ ഹോഴ്സ് റൈഡിനെല്ലാം ചാർജസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ടിക്കറ്റ് എടുക്കുന്നതാണ് ബാക്കിൽ നിന്ന്. ഇതാണ് കുതിരേൻ്റെ മേലെ കയറേണ്ട സ്ഥലം. ഇവിടുന്നാണ് കുതിരേൻ്റെ മേലെ കയറിയിട്ട് പോകേണ്ടത്. അവിടെ ഏതാ കാത്തിരിക്കുന്നത് നമ്മുടെ കുതിരകൾ. ഗായ്സ്, ഇതൊക്കെ ഇവിടെ ഫുള്ള് കുതിരകളാണ്, ഒത്തിരി കുതിരകൾ, നിറയെ കുതിരകളാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ അവിടെ നിന്നൊക്കെ കുതിരകൾ വരുന്നുണ്ട്. ഇവിടുന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ കുതിരേൻ്റെ മേലെ കയറാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എക്സ്പീരിയൻസ്. അയ്യോ, ഇവരെ കയറ്റുന്ന കുതിരേൻ്റെ അവസ്ഥ. ആ ഓക്കെ. എന്റെ ഭഗവാനെ, കുതിര ഒന്ന് താണോ എന്ന് എനിക്കൊരു ഡൗട്ട്. മറ്റേ വണ്ടിയെല്ലാം ലോവർ ചെയ്യൂലേ, മോഡിഫൈ കുതിര. കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി കേരിയുടെ കുതിര ഒന്നിങ്ങനെ എല്ലാം ഓക്കെ അല്ലേ? അതെ, ഈ തരം കേട്ടുന്നുണ്ട്. ഇതാ മുത്തു കുതിരയിലേക്ക് കയറുന്നതാണ്. ഇതാ കേറി, മുത്തു കേറി, വിട്ടോ. എന്റെ പള്ളി, കുതിര എക്സ്പീരിയൻസ് പൊളി. എന്റെ കുതിര ചേട്ടനതാ, നല്ല കുതിര. എന്റെ മോനെ കുതിര. ഓ സീൻ കോൺട്ര. എന്റെ മോനെ സൈഡിലോട്ട്, ഇങ്ങോട്ട് കുതിര. മോനെ ഇത് അടുത്തേക്ക കൊല്ലിയിലേക്കാ പോകുന്നത്. ബ്ലഡി കുതിര നേരാ. എന്റെ മോനെ, ഞാൻ ഈ ഇരുന്ന കുതിരയല്ലേ ഒരുമാതിരി സൂയിസൈഡ് ടെൻഡൻസി ഉള്ള കുതിരയാന്ന് തോന്നുന്നത്. എല്ലാം അങ്ങോട്ടില്ല, ഇങ്ങോട്ട് പട്ടി കുതിര എന്റെ കൊല്ലുവാ. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ, നല്ല രസമായിട്ട്. ഫസ്റ്റ് ചെറിയൊരു സൈഡിലോട്ട് ഇങ്ങനെ ആകുന്നുണ്ട്, പിന്നെ ഇരുന്ന് ശീലവും സെറ്റാവും. അടിപൊളി ഹോഴ്സ് റൈഡ്. ഓ ഷേ, ഒരുമാതിരി കുണ്ടൻ കുതിരയാന്ന് തോന്നുന്നു. എല്ലാ കുതിരേൻ്റെ ബാക്കിൽ തന്നെ പോകും.
घोड़ा पकड़ लगता है मैंने, ये देखो तो घुसे ही जा रहा क्या खिलाया तुमने इसे? എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. लेंगे ना तो दूसरे भी गिरा देंगे और खुद भी गिर जाएंगे. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. बेटा അങ്ങനെ നമ്മൾ ജീവനോടെ എത്തി ഗൈസ്. നിനക്കറിയാം 3 लोग आ जाओ यार, राजू भाई वाला 3 लोग. എന്റെ ഞാൻ വന്ന കുതിര വൈഫും ഇത് വന്ന കുതിര എന്റെ ഹസ്ബൻഡും ആണ്. അവര് അങ്ങനെ. ഈ കുതിരക്ക് എന്താ ഒരു ചെറിയൊരു ബന്ധി. ഇതൊരു മേലെല്ലാം വെടിവെക്കുന്നത്. വെടി പൊട്ടിക്ക് സ്വാമി. ഇത് ഈ സാധനം ഇല്ലേ, ഈ സാധനം ഇതും വെടിവെക്ക് വെക്ക്. അവിടുന്ന് ആരോ ഒരു ഒച്ച കേട്ട്, ആരോ ഒച്ച കേട്ടല്ലോ. നമ്മളിപ്പോ പോകുന്നത് മറ്റേ സിപ്പ് ലൈൻ ഇല്ലേ, ആ സിപ്പ് ലൈനിന്റെ സ്ഥലത്തേക്കാണ്. എല്ലാം ഞാൻ പുതുതായിട്ട് ചെയ്യുന്നത്, ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ സിപ്പ് ലൈൻ അല്ലേ, ഫോണെല്ലാം വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. ഗായ്സ് അങ്ങനെ സിപ്പ് ലൈനിൽ എത്തിയിട്ടുണ്ട്. സിപ്പ് ലൈനിൽ കയറാൻ പോവാണ്. ക്യൂ ആണ് ഇവിടെ. മുന്നിൽ മെസ്സേജ് പേടിയുണ്ടോ? ഫുൾ ഓൺ ഫുൾ പവർ. ഞാൻ ആദ്യമായിട്ടാണ് സിപ്പ് ലൈനിലും കയറുന്നത്. എല്ലാം ആദ്യമായിട്ടാണ്. സോ ബെൽറ്റും കാര്യമെല്ലാം നമ്മൾ ഫിറ്റാക്കി. ഇനിയിപ്പം കയറ് കെട്ടണം. കയറ് കെട്ടിയിട്ട് നേരെ മേലെ പോയിട്ട് ഏറ്റപ്പൊക്കണം. റസേച്ചീനെ കെട്ടി റസേച്ചി പോവാന്ന്. അടുത്ത ഞാനാണ്. ലെഗ് സ്ട്രെയിറ്റ്, വാട്ടർ റൈറ്റ്. വാട്ടർ റൈറ്റ്. ടാറ്റാ. അടിപൊളി. എന്റെ മോനെ പൊടി പൊടി. എന്റെ മോനെ ഇവിടെ മാഗി കിട്ടും, നല്ല ചൂട് മാഗി. പിന്നെ ബർഗർ പോലത്തെ സാധനം, പക്കോടാസ്, ചൂട് പക്കോടാസ്. ഒരു വിക്ടറി കാണിക്കും. നടന്ന് 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 നടുവിന്റെ ഉപ്പാടല്ലെങ്കിൽ. ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും ഒന്ന് ഇരുന്നിട്ടാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മളെ മെയിൻ സാധനം ഇവിടെ ഷിംല കാശ്മീർ ഇങ്ങോട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ കഴിക്കുക മാഗിയാണ്. മാഗി കഴിക്കാൻ പോകുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാഗി എത്തി. നമ്മളെ നല്ല ചൂട് അവിവാർ മാഗി നീ കഴിക്കണം. ഉണ്ടോ പോകാൻ പോകുന്ന ഊതിയിട്ടിങ്ങനെ പൊളി. ഈ തണുപ്പത്ത് നല്ല ചൂട് മാഗി തിന്നാൻ നല്ല രസം. നല്ല മാഗി, നല്ല. എൻ്റെ അവസാനത്തെ സ്പൂണാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അമേസിങ് എന്ന് വെച്ചാൽ അമേസിങ് ടേസ്റ്റ്. നമ്മൾ ഇത്രയും നടന്നു വന്നിട്ട് ഈ ഒരു തണുപ്പത്ത് ഈ സാധനം തിന്നാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ്. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഈ
കുതിരകളുടെ സ്ഥലത്ത് തന്നെ എത്തി. ഇനിയിപ്പോൾ ഇതിൽ കയറിയിട്ട് താഴെ തിരിച്ചു പോകണം. കയറുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ താഴെ ഇറങ്ങുന്നേരം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അയ്യ നമ്മൾ വീണ്ടും താഴെ തിരിച്ച് ജീവനോടെ എത്തി. ഇത് നമ്മുടെ വിജയം. സോ നമ്മള് കുഫ്രീന്ന് വിടുകയെന്ന് റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഏതെല്ലോ വ്യൂ പോയിന്റും കാര്യമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഗ്രീൻ വാലി എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. അവിടെ പോകണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ബസ് ഉണ്ട്. 8:30 അങ്ങനെ ബസ്സാണ്. ബസ് കയറിയാൽ വീട്ടിൽ പോവുക. മോനെ നാളെ ഇല്ല. എൻ്റെ നടുവൊക്കെ ഇങ്ങനെ അമ്മേ. പക്ഷേ അടിപൊളി ട്രിപ്പായിരുന്നു. ആ ഹോഴ്സ് റൈഡും അടിപൊളി അല്ലേ? സൂപ്പർ ട്രിപ്പായിരുന്നു. അടിപൊളി ട്രിപ്പ്. സോ ഗായ്സ് നമ്മൾ ബസ് കയറി ബസ് എടുക്കാൻ പോകുന്നത്. നല്ല സുഖം, നല്ല പുഷ്പൊക്കെ ആയിട്ട് നല്ല കിടന്ന് കുടുകാവിൽ പിന്നെ തിരിച്ച് പോകുന്ന 8 മണിക്കാറ്റ്. എത്ര 5 മണിക്കല്ലേ? 5:30 രാവിലെ എത്തും. ഇനി കിടന്നുറങ്ങണം. നല്ല ടയർഡായി. ഈത്തനും ഏട്ടനും ചേച്ചിയാണ് അതാ എത്തി നോക്കുന്നത്. അവിടെ ഉണ്ട് ചേട്ടനും ഗീതേച്ചി ഇവിടെയുണ്ട്. ഞാൻ ഇവിടെയുണ്ട്. ഇപ്പറ ഏതോ വരുത്തുണ്ട്. സോ ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഷിംലയിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് ഇവൻ ദുബായിലെത്തിയെന്ന്. ഷിംലയിൽ നിന്ന് പെട്ടെന്ന് ദുബായി എത്തിയതല്ല. നിങ്ങളിപ്പം കണ്ട വീഡിയോ 1 year ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് വെച്ചൊരു വീഡിയോ ആണ്. ഞാനും ഏട്ടനൊക്കെ ഷിംലയിൽ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. അതിന് മുന്നത്തെ പാർട്ട് അതിന് മുന്നേ ഉണ്ട്. ഒരു ജോബൊക്കെ കിട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് മൊത്തം ദുബായിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അതുവരേക്കും Never break, always fight, never quit, do it right, play the game, win it life, have no shame.